ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആശ്രൻ ടി വി ജീവൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അല്പനിമിഷ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കുക. നമ്മൾ തുടർമാനമുള്ള ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അവിടെ നോഹയെക്കുറിച്ച് ദൈവം പറയുന്നൊരു വാക്യമുണ്ട്. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. നോഹയെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നൊരു വാക്യം ഹറക്കലാമ ഷിയാന്തല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. കണ്ടോ, ഒരുത്തനെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്, അവൻ നിഷ്കളങ്കനും നീതിമാനുമായിരുന്നെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യൻ്റെ അല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത അവൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. അപ്പം നോഹയെക്കുറിച്ച് പറയാം, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നെന്ന്. ദൈവം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, അവൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു തലമുറ ഈ സീസണിൽ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ. നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നതുകൊണ്ടാണ് നോഹയോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. എന്താണെന്ന്? ദൈവം പറഞ്ഞ പ്രകാരം ഒരു പെട്ടകം ഉണ്ടാക്കണം. ഞാൻ ആ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു, പക്ഷെ നിന്നെ എനിക്ക് സംരക്ഷിക്കണം. നിന്നെയും നിനക്കുള്ള സകലത്തെയും എനിക്ക് സംരക്ഷിക്കണം. പക്ഷേ ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ താഴോട്ട് പഠിച്ചാൽ നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അപ്പം ദൈവം പറഞ്ഞ പ്രകാരം ആ മരം കൊണ്ട് തന്നെ നോഹ വള്ളിക്കും പുള്ളിക്കും തെറ്റാതെ ദൈവം പറഞ്ഞ നീളത്തിൽ, വീതിയിൽ, ആഴത്തിൽ എങ്ങനെയൊക്കെ ദൈവം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു, ആ ഡിസൈനിലാ ഹല്ലേലൂയ നോഹ പെട്ടകം പടുത്തത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, അക്കാലത്ത് മഴയില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-2-ാം അധ്യായം പഠിക്കുന്ന നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവം നോഹയോട് പറയുക, അയ്യോ മഴയുണ്ടാകാൻ പോകുന്നു, മഴ വരുന്നെന്ന് പ്രസംഗിക്കണമെന്ന്. ഹല്ലേലൂയ. ഒരു പൊട്ടനെ പോലെ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരു പൊട്ടനെ പോലെ മഴ കാണാത്ത കാലത്ത് മഴയെക്കുറിച്ച് നോഹ പ്രസംഗിക്കുക. എന്തോ ദൈവത്തിൻ്റെ വാക്കിന് അവൻ വിശ്വസ്തനായിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ നിലം പറഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യുമോ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരു സംഭവത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ദൈവം പറഞ്ഞത്. നോഹ ഒരു വള്ളി പുള്ളി തെറ്റാതെ ദൈവം പറഞ്ഞാൽ പ്രസംഗിക്കുക. മഴ വരുന്നു, വെള്ളപ്പൊക്കമുണ്ടാകും, ഇങ്ങനെ കണ്ടിന്യൂസ് പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുക. എല്ലാവരും പറയുന്നു പൊട്ടൻ, അയ്യോ അവൻ വട്ടനാ, അവൻ്റെ വാക്ക് കേൾക്കല്ലേ, ഒക്കെ പറഞ്ഞു കാണുമായിരിക്കാം. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞ പ്രകാരം നോഹ ഒരു പെട്ടകമുണ്ടാക്കുക. അവൻ്റെ സകല കുടുംബത്തെയും, ഈ ഭൂമിയിലുള്ള എല്ലാ ഇഴജാതിയെ, സർവ്വജന്തുക്കളെയും ചരാചരങ്ങളെയും ഈരണ്ടായി നോഹ പെട്ടകത്തിനകത്ത് കയറ്റി. ഹല്ലേലൂയ. പെട്ടകത്തിനകത്ത് കയറ്റി. ദൈവം പറഞ്ഞ എനിക്ക് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ വാതിൽ, പെട്ടകം ഉണ്ടാക്കി നീളവും വീതിയിലൊക്കെ ഉണ്ടാക്കി 2-2 മൃഗങ്ങളെ കടത്തണം, അതിനെ തീറ്റ എല്ലാം സംരക്ഷിച്ചു. അതിൻ്റെ വാതിൽ, കിളിവാതിൽ മേൽഭാഗത്ത് തന്നെ വെക്കണം. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ എല്ലാ മൃഗങ്ങളും നോഹയ്ക്കുള്ള സകലതും കുടുംബങ്ങളും എല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം ദൈവവാതിൻ്റെ കിളിവാതിൽ പൂട്ടിയത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചെയ്തത് ദൈവം പൂട്ടാൻ ഒരു കാരണമുണ്ട്. കയറിക്കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാൽ മഴ പെയ്യാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ ഉള്ളിൽ, ഈ പെട്ടകത്തിനുള്ളിൽ കയറിയതൊന്നും പുറത്തു പോകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ പെട്ടകത്തിനകത്ത് കയറിയതൊന്നും പുറത്തു പോകല്ലേ, ഇത് മുന്നമേ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഈ 7 ദിവസം എങ്ങനെയാണ് ഇതുങ്ങളെ ഈ വാക്കുകളെ കൊണ്ടാണ് ഇത് എങ്ങനെ നോഹ ഡീൽ ചെയ്യുന്നതിനത്തില്ല. പക്ഷേ അത് ഡീൽ ചെയ്യാൻ ദൈവം നിന്നെ പഠിപ്പിക്കും. നമ്മുടെ ഒരു പ്രോമിസ് ഒന്ന് ലേറ്റായാൽ, നമ്മുടെ ഒരു വാഗ്ദത്തം ഒന്ന് ലേറ്റായാൽ, നമ്മൾ പറഞ്ഞൊരു ദൈവവചനം ഒന്ന് ലേറ്റായാൽ നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരെ? നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിക്കും. അയ്യോ എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഈ മാസമുള്ളതാ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ആ വിഷയത്തിൻ്റെ മേലെ? അയ്യോ എന്നോട് ഈ വാഗ്ദത്തം കർത്താവ് പറഞ്ഞതാ, എനിക്കതനുസരിച്ച് മൂവ് ചെയ്യാനൊത്തില്ല. അങ്ങനെ ടെൻഷൻ അടിക്കാറുണ്ടോ നമ്മൾ? പക്ഷേ നോഹയ്ക്ക് ഒരു ടെൻഷനുമില്ലായിരുന്നു. നോഹ പെട്ടകമുണ്ടാക്കി സകല ചരാചര ജന്തുക്കളെയും ഈരണ്ടായി അതിന്മേൽ കയറ്റി. കിളിവാതിൽ, അതിൻ്റെ വാതിൽ സ്വർഗത്തിൽ നിന്ന് പൂട്ടി അവൻ താക്കോലും എടുത്തു. പറഞ്ഞ ടൈമിൽ 40 രാവ്, എൻ്റെ ഭാഷ പറഞ്ഞാൽ തൻ്റെ ഭക്തനായ നോഹയുടെ പ്രസംഗം കറക്റ്റ് എന്ന് പറയാൻ തക്കോണം 40 രാവും 40 പകലും മാത്രമല്ല,
സ്വർഗത്തിൻ്റെ കിളിവാതിലും ഭൂമിയുടെ ഉറവയും ഒരുപോലെ അവൻ്റെ വാക്കിന് മുന്നിൽ തുറന്നെന്ന 40 രാവും 40 പകലും നിർത്താതെ മഴ പെയ്തെന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഒരു ദൈവഭക്തൻ്റെ വാക്കിനെ മാനിക്കുവാൻ നമ്മളെടുക്കുന്ന ഡബിൾ എഫർട്ടാണ് ദൈവം എടുക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിനാണോ നീ ചലിക്കുന്നത്? ദൈവത്തിൻ്റെ വാക്കിനാണോ നീ പണി തുടങ്ങിയത്? ദൈവത്തിൻ്റെ വാക്കിനാണോ നീ മിനിസ്ട്രിക്ക് ഇറങ്ങിയത്? കുഞ്ഞെ, നീ തിരിഞ്ഞു നോക്കല്ല. നിനക്ക് വേണ്ടി തമ്പുരാൻ ചിലത് ചെയ്യാൻ റെഡിയാ. എത്ര പേരോട് ചേർന്ന് ആമീൻ പറയും? ഹുറാഖാലാമോ ഷിയാന്തലാദര. എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു ദൂത് വിളിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണോ നീ ഇറങ്ങിയത്? ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണോ നീ പുറത്തിറങ്ങിയത്? ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നീ തിരിഞ്ഞു നോക്കണ്ട. അയ്യോ, കുറ്റം പറയാൻ ഒത്തിരി പേര് കാണും, നിന്നെ ശപിക്കാൻ ഒത്തിരി പേര് കാണും. അയ്യോ, അവൻ ചെയ്തത് ശരിയായില്ല, അവൻ ജോലി വിട്ടിട്ടാണ് ഇറങ്ങിയത്, ഇനി അവൻ എങ്ങനെ ജീവിക്കും, ഇനി എങ്ങനെ അവൻ മുന്നോട്ട് ഓടും, ഒത്തിരി പേര് പറയാൻ കാണും. പക്ഷെ നീ ദൈവത്തിൻ്റെ വാക്കിനാ വില കൊടുക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ ദൈവ പൈതലെ, ഞാൻ ഉറപ്പ് പറയാം, നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ നേരെ നിർത്തുവാൻ എൻ്റെ ദൈവം ഏത് എക്സ്ട്രീം ലെവൽ വരെയും എൻ്റെ ദൈവം പോകാൻ റെഡിയാ. പക്ഷെ നീ ഒറ്റ കാര്യം മാത്രം നീ ചിന്തിക്കുക, ഞാൻ ദൈവശബ്ദത്തിനാണോ വില കൊടുക്കുന്നത്? ഞാൻ ദൈവശബ്ദത്തിലാണോ ഞാൻ മൂവ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണോ ഞാൻ ഇറങ്ങിയത്? ഞാൻ 100% ഞാൻ ഉറപ്പ് പറയാ, നീ ഒരിക്കലും ലജ്ജിക്കുവാൻ സ്വർഗം ഇടയാക്കത്തേയില്ല. എന്നെ ഇപ്പോൾ കേൾക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഭാരത്താൽ പ്രയാസത്തിലാണ്, എനിക്ക് ഒരു അടി മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല, ഇല്ല ബ്രദറെ എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സറണ്ടർ ചെയ്യാം. കർത്താവ്, ഞാൻ നിൻ്റെ വാക്ക് കേട്ടാ ഇറങ്ങിയത്, നീ പറയുന്നത് കേട്ടോ ഞാൻ ചലിച്ചത്, അപ്പം ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റക്കായിപ്പോയി. നീ സറണ്ടർ ചെയ്യും. ഈ നിമിഷം നിൻ്റെ കൂടെ ഇറങ്ങുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. റാക്കാലാമോ ഷിയാന്തലാദര. നിനക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. നിനക്ക് വേണ്ടി മഞ്ഞും മഴയും പെയ്ക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. നീ ഒന്ന് വിശ്വസിക്കുക. എൻ്റെ ഭാഷ പറഞ്ഞ് നീ സടകൊടഞ്ഞെന്ന് എഴുന്നേറ്റേ. നീ എഴുന്നേക്കുന്ന ദിവസം ഈ അപ്പൻ നിൻ്റെ കൂടെ ഇറങ്ങി നിൽക്കും. ഓ റാക്കാലാമോ ഷിയാന്തലാദര വൈഡമനഗടകരഗതിയ. നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുപോലെ പ്രതിസന്ധിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. നിങ്ങൾ വെച്ചാൽ ഈ മൃഗത്തെ എല്ലാം കയറ്റിയിട്ട് ഈ പെട്ടകത്തിൻ്റെ കിളിവാതിലും സ്വർഗം പൂട്ടി. പക്ഷേ 7 ദിവസം കഴിഞ്ഞാൽ മഴ പെയ്തത്. 7 ദിവസം എന്തെല്ലാം പറഞ്ഞു കാണും? നിങ്ങൾ ആ ഭാഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 7 ദിവസം എന്തെല്ലാം നോഹ കേട്ട് കാണും. പക്ഷെ ദൈവം കേട്ട ദൈവ ശബ്ദത്തിന് മുന്നിൽ ഉറച്ചു നിന്നു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പം ഒരു കാര്യം നോഹയുടെ കൂടെകൾക്ക് മനസ്സിലായി. ഓ, നോഹയപ്പം പറഞ്ഞത് കറക്റ്റാ, വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. 40 രാവും 40 പകലും ഒരുപോലെ മഴ പെയ്തു. ഹോ റാക്കാലാമോ ഷിയാന്തലാദര. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. മഴ പെയ്തു, സകല ചരാചരങ്ങളും മരിച്ചു. പക്ഷെങ്കിൽ 8-ാം അധ്യായം 1-ാമത്തെ നോഹയും അവനോടുകൂടിയുള്ള സകലത്തെയും ദൈവം ഓർത്തെന്ന്. എനിക്ക് ആ ഒരു പദം ഭയങ്കര ഇഷ്ടമാണ്. ഞാനും പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാം, എന്നെയും എൻ്റെ കൂടെയുള്ള സകലത്തെയും ദൈവം ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, നിന്നെ ഒരു വഴിക്കിറക്കി വിട്ടിട്ട്, നിന്നെ അല്ല ഒരു വെയിലേക്ക് ഇറക്കി വിട്ടിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല, നിന്നെ മാത്രമല്ല നിൻ്റെ കൂടെയുള്ള സകലത്തെയും ഓർക്കുന്നവനാണ് എൻ്റെ ദൈവം. ഓ, നിങ്ങൾ ആ വേണമെന്ന് ആവർത്തിക്കാം. എന്നോടും എനിക്കുള്ള സകലത്തെയും എൻ്റെ ദൈവം ഓർക്കുന്നതാ. ദൈവം ഓർത്ത് ഒരു കാറ്റടിപ്പിച്ചെന്നാ. ഹല്ലേലൂയ. അപ്പം മറന്നു കളഞ്ഞ ദൈവമല്ലവൻ, നിന്നെ ഓർത്ത്. അപ്പം നോഹയും അവിടെ എഴുതിക്കുന്ന പദം ഇങ്ങനെ, നോഹയും അവനോട് കൂടെയുള്ള സകലത്തെയും. ഒന്നിനെ വിട്ട് കളഞ്ഞില്ല. അപ്പം നീ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് എന്നോടും എനിക്കുള്ള സകലത്തെയും, നിനക്കുള്ള ആടുമാടുകളാകട്ടെ, കൃഷി സമ്പത്താകട്ടെ, നിനക്കുള്ള വാഹനമാകട്ടെ, സകലത്തെയും ഓർക്കുന്നൊരു ദൈവത്തെ കുഞ്ഞാ നീ വിളിക്കുന്നത്. റാമാലാമ ഷിയാന്തലാദര. നിന്നോടുള്ള സകലത്തെ ഓർത്ത് ഒരു കാറ്റടിപ്പിച്ചു. പെട്ടകം ആരാരത്ത് പർവ്വതത്തിൽ ഉറച്ചെന്ന. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ഈ സീസൺ കർത്താവ് നിന്നെ ഉറപ്പിക്കുന്ന സീസണായിരിക്കും. ഈ സീസൺ കർത്താവ് നിന്നെ പുറത്തെടുക്കുന്ന സീസണായിരിക്കും. ഈ സീസൺ നീ ദൈവശബ്ദം കേട്ടാ ഇറങ്ങിയെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയാം, നീ പുറമോട്ട് തിരിഞ്ഞു നോക്കണ്ട. നിന്നെ ഉറപ്പിച്ച് നിന്നെ എവിടെ നിർത്തണോ അവിടെ നിർത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ കുറച്ചൊന്ന് മൂവ് ചെയ്യുമ്പോഴാണ് പിന്നെ ചെറിയൊരു സ്ട്രഗിൾ വരും. അതൊന്ന് പ്രാർത്ഥിച്ചൊന്ന് മുന്നേറുമ്പോൾ അടുത്ത സ്ട്രഗിൾ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത്, ദൈവം പറഞ്ഞിട്ടാണോ ഇറങ്ങിയത്? ദൈവം പറഞ്ഞിട്ടാണോ നീ മൂവ് ചെയ്തത്?
നിങ്ങളൊരു പ്രശ്നം, ഒരു പ്രതിസന്ധി ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയതാ, ഇതിന് നീക്കുപോക്കുണ്ടാകാതെ ഇതെൻ്റെ മുന്നിൽ വരത്തില്ല. എത്ര പേരോട് ചേർന്ന് ആമീൻ പറയും? എൻ്റെ വിഷയത്തിലൊരു നീക്കുപോക്കുണ്ടാകാതെ കണ്ട ഈ പ്രശ്നം എൻ്റെ മുന്നിൽ വരത്തില്ല. കാരണം ഞാൻ ആത്മാവിൽ സഞ്ചരിക്കുന്ന, ആത്മാവിൽ നടക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ജാഗരിക്കുന്ന, ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണെന്ന് നിനക്ക് എത്ര ഉറപ്പുണ്ട്? ആ ഉറപ്പിൽ നീ ജീവിക്കുക. ഒരു പ്രതിസന്ധി വരുമ്പോൾ തിരിഞ്ഞു നോക്കരുത്. ഒരു പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞു നോക്കല്ലേ, അയ്യോ പിറുപിറുക്കല്ലേ. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ തൻ്റെ വാഗ്ദത്ത ദേശം കാണാതെ പോയത്? ദൈവം കൊടുത്ത ഭക്ഷണം അവർ ഭക്ഷിക്കുമ്പോഴും അവർ ദൈവത്തോട് പിറുപിറുത്തുന്ന. ഞാൻ പറയാറുണ്ട്, എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന സകലത നന്മയും തിന്മയും എല്ലാം എന്നെ തമ്പുരാറിയത് എൻ്റെ ലൈഫിൽ ഉണ്ടാകത്തില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയത്. അപ്പോൾ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഡെസ്പായി പോകുന്നത്. നമ്മൾ മനുഷ്യനല്ലേ, ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഡെസ്പായി പോകുന്നത്. പ്രതിസന്ധി വരുമ്പോഴാണ് നീ പറയണം, ഇല്ല, ദൈവം പറയാതെ ഒന്നും എൻ്റെ മുന്നിൽ വരത്തില്ല, ദൈവം അറിയാതല്ല ഇതൊന്നും എൻ്റെ മുന്നിൽ ചലിക്കുന്നതാ. ഈ ഉറപ്പ് നിൻ്റെ മേലുണ്ട്. ഈ ഉറപ്പ് നിൻ്റെ മേലുണ്ടെങ്കിൽ നീ വിളിക്കുന്ന ടൈമിൽ, നീ പറയുന്ന ടൈമിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കും. പലപ്പോഴും നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താ, നമ്മൾ മനസ്സുകൊണ്ട് ഇടിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. പ്രാർത്ഥിക്കാനൊക്കത്തില്ല, ബൈബിൾ വായിക്കാനൊക്കത്തില്ല, തൊടുന്നതിനും പിടിക്കാനൊക്കെ ദേഷ്യം, നമുക്ക് വേണ്ടതല്ല ബിഹേവ് ചെയ്യാനൊക്കുന്നില്ല. എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ നീ മനഃപൂർവ്വമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനിരുന്നേ, ആ ടൈമിൽ മനഃപൂർവ്വമായിട്ട് നീ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചേ, ആ ടൈമിൽ മനഃപൂർവ്വമായിട്ട് നീ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചേ, ആ ടൈമിൽ ഞാൻ ചുമ്മാതെ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ. അപ്പോൾ ഞാൻ മണ്ടനാണല്ലോ ദൈവമേ, അതെൻ്റെ ഒരു ബലഹീനതയാണല്ലോ. ഞാൻ പറഞ്ഞ കർത്താവ്, ഈ ബലഹീനതയിൽ നിന്ന് മാറ്റിത്തരണം. നമ്മൾ മനുഷ്യരാ, നമ്മൾ ആരും പൂർണ്ണരല്ല. പക്ഷെ നിനക്ക് വേണ്ടി ചലിക്കുന്നൊരു ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിന്നെ താനെ നീ തന്നെ ഈ ദൈവം, എന്താ പറയുന്നത്, ദൈവം ഇറങ്ങി നന്നല്ല പണിയുന്നത്, ദൈവം നിന്നെ വെച്ചാണ് പണിയിപ്പിക്കുന്നത്. ദൈവത്തിന് എപ്പോഴും വർക്ക് ചെയ്യാൻ ഒരാൾ വേണം. അത് പഴയ നിയമം പഠിച്ചാലും അറിയാം, നമുക്ക് പുതിയ നിയമം പഠിച്ചാലും നമുക്കറിയാം. ദൈവത്തിന് ഒരു വ്യക്തിയെ എപ്പോഴും ആവശ്യമാണ്. അവൻ്റെ ക്രിയ ചെയ്യുവാൻ, അവൻ പറയുന്നത് കേൾക്കുന്ന, അവൻ പറയുമ്പോൾ യാത്ര ചെയ്യുന്ന, അവൻ പറയുമ്പോൾ നിൽക്കുന്ന, അവൻ പറയുമ്പോൾ നടക്കുന്ന, അവൻ പറയുമ്പോൾ ചിരിക്കുന്ന, അവനോടൊപ്പം ചലിക്കുന്ന ഒരു 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 വ്യക്തിയെ ദൈവത്തിന് ആവശ്യമാണ്. അത് നീ അല്ലെങ്കിൽ മറ്റൊരാൾ. ഒരാൾ ആപ്റ്റായില്ലെങ്കിൽ അടുത്ത ആളെ ദൈവത്തിൻ്റെ വേല ദൈവം അതിനെ തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് എപ്പോഴും ഒരു വ്യക്തി അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ അധികമായി ഉപയോഗിക്കണമേ, ഞാൻ എപ്പോഴും അവൈലബിൾ ആകണമേ കർത്താവ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു പദമുണ്ട്, ദൈവം കരം കൊണ്ട് വരുമ്പോൾ നിൻ്റെ തല അവിടെ ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ല, രാവിലും പകലും മുഴുവൻ ഓടി അവസാനം ചിലരങ്ങനെ രാവും പകലും എല്ലാം ഓടും, അവസാന നിമിഷത്തിൽ അവരെ കാണത്തില്ല, അവർ ജസ്റ്റ് അവിടുന്ന് എസ്കേപ്പ് ആകും. അങ്ങനെയാകരുത്. നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണ് ഇറങ്ങിയത്, ശബ്ദം കേട്ടാൽ നമ്മൾ മൂവ് ചെയ്തത് എങ്കിൽ നാം ഉറയ്ക്കേണ്ട ടൈമായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ ഉറപ്പിക്കാൻ എൻ്റെ അപ്പൻ വിശ്വസ്തനാ. നീ ഉറയ്ക്കേണ്ട ടൈമായത്. എത്ര പ്രതിസന്ധി വന്നാലും എത്ര പ്രതികൂലം വന്നാലും നീ പുറമോട്ട് തിരിഞ്ഞു നോക്കല്ലേ. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പറയത്തക്ക നിലയിൽ നീ ഇത് ഡിക്ലെയർ ചെയ്യണം. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോഴാണ് നാം ഇടിഞ്ഞു പോകുന്നത്, ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഞാൻ ഇടിഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം എനിക്ക് വിശ്വസ്തനാ, ദൈവം എനിക്ക് വിശ്വസ്തനാ, അവൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ ഇറങ്ങിയത്. ഇത് നിങ്ങളെ വേർഡ് കൺഫസ് ചെയ്യാൻ, ഈ കൺഫസ് ചെയ്യുമ്പോഴല്ലോ ഈ വേർഡ് നിന്നെ ഉറപ്പിക്കും. നിൻ്റെ മേൽ വീണ അഭിഷേകം നിന്നെ ചലിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ വേർഡ് നിങ്ങളെ ഉറപ്പിക്കും, അഭിഷേകം നിന്നെ ചലിപ്പിക്കും. ഈ വേർഡ് നിന്നെ ഉറപ്പിക്കുന്നതനുസരിച്ച് നിൻ്റെ പ്രതിസന്ധി നിന്നെ അഭിഷേകം ചലിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ ചലിക്കുന്ന അഭിഷേകം അവിടെ കൊണ്ട് തീർന്നാൽ നിന്നെ നിത്യതയോളം എത്തിക്കുന്നത് ഈ അഭിഷേകം. ഒറാക്കാലാമോ ഷിയാന്തലാദര. അപ്പം ദൈവം നോഹയും അവനോടുള്ള സകലത്തെയും ഓർത്ത് ഒരു കാറ്റടിപ്പിച്ചു. പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. എന്നെ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിലാണെങ്കിൽ, ഇല്ല ബ്രദറെ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, എനിക്ക് താങ്ങുന്നതിലും മേളിലാന്ന് പറയുന്നുണ്ടെങ്കിൽ പറ, കർത്താവേ ഞാനിത് നിൻ്റെ കയ്യിലേക്ക് തരികയാ. നിങ്ങൾ രണ്ട് കൈയും പൊക്കി ഒന്ന് സറണ്ടർ ചെയ്യാൻ റെഡിയാകാവോ?
കർത്താവ് എന്നെ കൊണ്ട് പറ്റുന്നില്ല, കർത്താവ് ഇത് ഹാൻഡിൽ ചെയ്യാൻ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയാമോ? പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, 100% നിനക്ക് സഹായഹസ്തവുമായിട്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഇറങ്ങി നിൽക്കാൻ തുടങ്ങും. നിനക്ക് സഹായഹസ്തവുമായിട്ട് ഹോളി സ്പിരിറ്റ് നിൻ്റെ കൂടെ ഇറങ്ങി നിൽക്കാൻ തുടങ്ങും. പക്ഷെ നാം എപ്പോഴാണ് സറണ്ടർ ചെയ്യുന്നത്? നാം എപ്പോഴാണ് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുന്നത്? നമ്മുടെ ബുദ്ധി, ചിന്താമണ്ഡലങ്ങളെ ബുദ്ധി, നമ്മുടെ ഫിനാൻസ് എല്ലാം തോറ്റു പോകുമ്പോഴാണ് നാം സറണ്ടർ ചെയ്യുന്നത്. നിങ്ങളും ഞാനും എല്ലാം അങ്ങനെ തന്നെ. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ശക്തിക്ക്, നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറം നമ്മുടെ മാക്സിമം നമ്മളൊന്ന് ചെയ്തു നോക്കും. ഒന്നും വർക്കൗട്ടാകെ വരുമ്പോഴാ കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ. അന്നേരമല്ലേ നാം മുട്ടുമടക്കാറ് പതിവ്. വെറുതെ BP കൂട്ടി ഹോസ്പിറ്റലിൽ പോയി പൈസ കളയുമ്പോഴല്ലേ കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയാതെ പതിവ്. ഇനി നമ്മളത് തിരുത്തുകയാണ്. നമ്മൾ പ്രശ്നം കാണുന്നതിന് മുമ്പ്, പ്രശ്നം മൂവ് ആകുന്നതിന് മുമ്പ്, കർത്താവേ എന്നെക്കൊണ്ട് പറ്റത്തില്ലപ്പാ, എന്നെ ഒന്ന് സഹായിക്കണമേ. കാരണം എൻ്റെ സമ്പത്ത് കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, എൻ്റെ ആരോഗ്യം കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. കർത്താവേ നീ എന്നെ ഒന്ന് സഹായിക്കണമേ. ദൈവത്തോട് നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നോട് വിശ്വസ്തനായിരിക്കാം. നോഹയെക്കുറിച്ച് അങ്ങനെ ദൈവം പറഞ്ഞേ, അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നെന്ന്. ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരും ഒരു മനുഷ്യനെക്കുറിച്ച്. ദൈവ സ്റ്റേറ്റ്മെൻറ്റ് പറയാം, അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നെന്ന്. അവിശ്വസ്ത ദാസനെന്ന് ഉള്ള വിളിയേക്കാൻ എത്ര പേർ കൊതിക്കുന്നു. എവിടെയെങ്കിലും നമ്മൾ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ, കർത്താവേ അപ്പാ എനിക്ക് തെറ്റ് പറ്റിപ്പോയപ്പാ, ഞാൻ അവിശ്വസ്തത കാണിച്ചപ്പാ. നിങ്ങൾ എന്നോട് പറയണ്ട, നിങ്ങൾ സ്വർഗത്തോട് പറയാം. അവിശ്വസ്തത എനിക്ക് പറ്റിപ്പോയപ്പാ, എന്നെ അവിടുന്ന് സഹായിക്കണമേ. 100% ഞാൻ ഉറപ്പ് പറയാം, ഈ ഹോളി സ്പിരിറ്റ്, ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഇറങ്ങി നിൽക്കും. നിന്നെ വെറും കൈയോടെ വിടുന്നതല്ല എൻ്റെ ദൈവം. പക്ഷെ നീ സറണ്ടർ ചെയ്താൽ, ആ ദൈവത്തിൻ്റെ വാക്ക് കാണാൻ എത്ര ഇഷ്ടമാണ്. വിശ്വസ്തനായ ദാസനെ. ദൈവം, എനിക്ക് ആ പദം വായിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ദൈവം നമ്മളെക്കുറിച്ച് നല്ല സ്റ്റേറ്റ്മെൻറ്റ് പറയട്ടെ. അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നു, ആ കുടുംബം എനിക്ക് വിശ്വസ്തരായിരുന്നു. നിങ്ങൾ വിചാരിക്കും, കർത്താവേ ഞാൻ ഇത്ര വിശ്വസ്തത കാണിച്ചിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഞാൻ പ്രാർത്ഥന വിശ്വസ്തത കാണിച്ചു, ഉപവസിക്കുന്നു, ചർച്ചിൻ്റെ കാര്യത്തിൽ, സകല കാര്യത്തിൽ ഞാൻ വിശ്വസ്തത, എനിക്ക് മാത്രം എന്താ കർത്താവേ ഇങ്ങനെ? അവരോട് ഞാനൊരു ദൂത് പറയാം, നിൻ്റെ ടൈമായി. കാരണം ആർക്കുമില്ലാത്ത ശുശ്രൂഷ നിൻ്റെ മേൽ കിടക്കുന്നതുകൊണ്ടാണ് നിൻ്റെ നേരെ പലതും കയറി വരുന്നത്. വേറെ ആർക്കും ഇതില്ലല്ലോ, വേറെ ആർക്കും ഇത്രയും പ്രതിസന്ധി ഇല്ലല്ലോ, വേറെ ആർക്കും ഇത്രയും പ്രതികൂലമില്ലല്ലോ. കാരണം നിൻ്റെ മേൽ കിടക്കുന്ന കോള് അത്രയ്ക്ക് വലുതായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കെതിരേ ഉള്ളൂ സാത്താൻ മൂവാകുന്നത്. ചുമ്മാ ഇരിക്കുന്നവർക്ക് പ്രശ്നമില്ല. ദൈവത്തിന് വേണ്ടി ഓടുന്ന, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് നേരെയുള്ളൂ പ്രശ്നങ്ങൾ. ചുമ്മാ ഇരിക്കുന്നവർ അവർ സിമ്പിളായിട്ടൊക്കെ ജീവിച്ചു പോകും. പക്ഷെ നീ ഓടുന്നുകൊണ്ട് അവനൊരു കാര്യം അറിയാം, വേറൊന്നുമല്ല, സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കാണ് നീ ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്കെതിരെ ഇത്രയും പ്രതിസന്ധിയും പ്രതികൂലം ഉണ്ടാകുന്നത്. പ്രതികൂലം വരുമ്പോൾ പറയേണ്ട ഒറ്റ കാര്യം, ഞാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ടാ മൂവ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയമക്കളെ, നിന്നെ നിർത്തി ജയിപ്പിക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ കർത്താവിനാണ്. നീ ആരാ, നീ എന്താ, നിൻ്റെ ശുശ്രൂഷ എന്താന്ന് നോഹയെ നിർത്തി തെളിയിച്ചതുപോലെ നിന്നെ നിർത്തി തെളിയിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിനാണ് ഉള്ളത്. അത് നീ ഏറ്റെടുക്കണ്ട. അത് ഭംഗിയായിട്ട് അതാത് ടൈമിൽ കർത്താവ് അത് ചെയ്യും. നമ്മൾ പറഞ്ഞില്ല, കർത്താവില്ലാത്തൊരു ടൈം വെച്ചിട്ടുണ്ട്. 100% ഞാനിത് വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ടൈമിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ടൈമും, ദൈവത്തിൻ്റെ ടൈം നിൻ്റെ മേൽ വരുമ്പോഴാണ് സൂപ്പർ നാച്ചുറലായിട്ട് ചിലത് സംഭവിക്കുന്നത്. നീ ചിന്തിക്കാത്ത, നീ നനയ്ക്കാത്ത, നീ ഇതുവരെ കാണാത്ത മേഖല നിൻ്റെ മേൽ തുറന്നു വരുന്നത് ആ ദൈവത്തിൻ്റെ ടൈം നിൻ്റെ മേൽ തുറക്കുന്നത് കൊണ്ടാണ്. നിനക്കൊന്ന് പ്രാർത്ഥിക്കാനൊക്കുമോ? കർത്താവേ, പലപ്പോഴും അവിശ്വസ്തരായപ്പാ, പലപ്പോഴും അവിശ്വസ്തത ഞാൻ കാണിച്ചു കർത്താവേ, പലപ്പോഴും ഞാൻ തീരുമാനം എടുത്തു കർത്താവേ, എനിക്ക് പറ്റുന്നില്ല കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ എൻ്റെ കൂടെ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്.
ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 6-ാം അധ്യായത്തിൽ നോഹയെക്കുറിച്ച് ദൈവം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഒന്ന് പറയാനൊക്കുമോ? അപ്പാ, പലയിടത്തും ഞങ്ങൾ പെട്ടുപോയപ്പാ, പലയിടത്തും ഞങ്ങൾ അവിശ്വസ്ത കാണിച്ചപ്പാ. എനിക്കറിയാം ഈ മെസ്സേജ് ഇന്ന് ചിലരെ തൊടും, ചിലരെ ഇന്ന് വലിച്ച് പുറത്തെടുക്കും. ഈ മെസ്സേജ് വലിയ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്, പക്ഷേ ദൈവത്തിനോട് നീ വിശ്വസ്തത കാണിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നിന്നെ ഓർത്ത് വിടുവിക്കുന്ന, നിന്നെ ഓർത്ത് നിൻ്റെ സീസണിനകത്ത് കയറ്റി നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിച്ചത്. എത്ര പേരോട് ചേർന്ന് ആമീൻ പറയും? എത്ര പേർ അതിനെ വിശ്വസിക്കുന്നു? കർത്താവേ, ഞാൻ അവിടുന്ന് വിശ്വസ്തനായിരുന്നപ്പാ, ഞാൻ അവിടേക്ക് വിശ്വസ്തനായിരുന്നപ്പാ. എൻ്റെ കുടുംബത്തെ ഓർത്ത് അവിടുന്ന് വിടുവിപ്പിക്കുന്നതിനായി സ്തോത്രം. ഒന്ന് പറയാനൊക്കെ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെ കൂടെ ചേർത്തൊന്ന് പറയാമോ? അപ്പാ, ഞാൻ പലപ്പോഴും അവിശ്വസ്തകൾ കാണിച്ചപ്പാ, ഞാൻ മനഃപൂർവ്വമായിട്ട് ക്ഷമ ചോദിക്കുന്നപ്പാ. ഞാൻ പലപ്പോഴും മാറിപ്പോയപ്പാ നിൻ്റെ സന്നിധിയിൽ നിന്ന്. അപ്പാ, ഞാൻ മനഃപൂർവ്വമായിട്ട് ക്ഷമ ചോദിക്കുന്ന കർത്താവേ, എന്നൊരു കാര്യം ഉറപ്പ് പറയാം, നീ പറയുന്ന നിമിഷം തന്നെ നിനക്ക് വിശ്വസ്തനായിട്ട് അവൻ നിൻ്റെ കൂടെ ഇറങ്ങി നിൽക്കും. അവൻ മാറി നിൽക്കുന്ന ദൈവമല്ല, അവൻ നിൻ്റെ കൂടെ ഇറങ്ങി നിന്നിട്ട് പറയും, കുഞ്ഞെ, ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ. എത്ര പേർ ചേർന്ന് പറയും, അപ്പാ, വിശ്വസ്തനാകാൻ എന്നെ സഹായിക്കണേ അപ്പാ, വിശ്വസ്തനാകാൻ എന്നെ സഹായിക്കണേ അപ്പാ, വിശ്വസ്തനാകാൻ എന്നെ സഹായിക്കണേ അപ്പാ. ഒന്ന് അനലൈസ് ചെയ്തേ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ ഒന്ന് അനലൈസ് ചെയ്തേ, നമ്മുടെ ലൈഫ് ഒന്ന് നോക്കിക്കേ. അപ്പാ, എവിടെങ്കിലും ഞാൻ അവിടത്തേക്ക് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ അപ്പാ? ഒന്ന് ചിന്തിച്ചതേ പ്രിയ ദൈവമക്കളെ. ഒരു നിമിഷം നിങ്ങളൊന്ന് വിട്ടുകൊടുത്തേ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഡാഡി റാഖാലാമോ ഷിയാന്തലാദര. കർത്താവെ, എൻ്റെ കൂടെ തലവണക്കരിക്കുന്ന, കണ്ണടച്ചിരിക്കുന്ന, എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവമക്കളെ ഞാൻ ഓർക്കുന്നു കർത്താവേ. അപ്പാ, എനിക്കറിയത്തില്ല ഇവരേത് വിഷയത്തിലാണ് പെട്ടുപോയെന്ന്. അപ്പോൾ അവർ സറണ്ടർ ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിലാപ്പാ. അവിടുന്ന് അപ്പനായിട്ട് കൂടെ ഇറങ്ങി നിൽക്കണം. ഇവരേത് വിഷയത്തിലാണോ പെട്ടുപോയത്, ആ വിഷയത്തിൽ ഇവരെ ജയാളിയായിട്ട് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം കർത്താവേ. ഏത് പ്രസിദ്ധത്തിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്, ഏത് പ്രതികൂലത്തിലാണ് ഇവരിപ്പോൾ ആയിരിക്കുന്നത് കർത്താവേ, ആ പ്രതികൂലത്തിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന ഒരു ദൈവ സാന്നിധ്യം ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ചിലതിൻ്റെ മീതെ ഇപ്പോൾ ഇറങ്ങട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ റാക്കാലാമ ഷിയാന്തലാദര വൈഡകലം ധേരി പ്രൗഢമനഘടകരഗതിയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവർക്ക് മടങ്ങി വരാൻ പറ്റാത്ത രീതിയിൽ ബോണജിലാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഓരോ വ്യക്തികളെയും തൊടുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹോ റാഖാലാമോ ഷിയാന്തലാദര. കർത്താവെ, അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളെ വിളിക്കുമ്പോൾ അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിനോട് വിശ്വസ്തത കാണിക്കുവാൻ, ദൈവത്തിന് വിശ്വസ്തരായിരിക്കുവാൻ തൻ്റെ മക്കളെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപയിൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അസാധാരണ ബ്രേക്ക് ത്രൂ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഓ പരിശുദ്ധാത്മാവ് ഇവരെ നയിക്കുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞാൻ പറയും, ഇത് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ തന്നെ ചില സൗഖ്യങ്ങൾ നിങ്ങളുടെ മേൽ നടക്കും. നിങ്ങൾ അറിയാതെ ചില ബോണ്ടേജുകൾ പൊട്ടിമാറുന്നത് ഞാൻ കാണുന്നു. ഓ റാക്കാലാമോ ഷിയാന്തലാദരാദര വൈഡകലം ധരാദര പ്രൗഢമൻകലാദിയ. ചില ബോണ്ടേജുകൾ പൊട്ടിമാറും, ചില സൗഖ്യങ്ങൾ നിങ്ങളുടെ മേൽ നടക്കും. ഇതുവരെ ബോണ്ടേജായി പിടിച്ചു വച്ചിരിക്കുന്ന ചില പിടികൾ വിടുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഓ ശാബനമന ഹുഡിബിരികതലമനഘടകരഗതിയ. ദൈവത്തിന് വിശ്വസ്തരായിരിക്കാൻ, ദൈവത്തിന് വിശ്വസ്തരായിരിക്കാൻ, ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവജനത്തിനും സകലത്തിനും വിശ്വസ്തരായിരിക്കാൻ ദൈവം നോഹയെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുപോലെ ഞങ്ങളെക്കുറിച്ച് പറയുവാൻ, ഓ അവൻ വിശ്വസ്തനായിരുന്നു, ദൈവസന്നിധിയിൽ അവൻ വിശ്വസ്തൻ, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയുവാൻ അപ്പാ യേശുവിൻ്റെ നാമം ചൊല്ലി ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അസാധാരണ ബ്രേക്ക് ത്രൂ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം കർത്താവേ. അത് സൗഖ്യങ്ങളായി വെളിപ്പെട്ടു വരുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്വർഗത്തിലെ അപ്പൻ്റെ കരം തൻ്റെ മക്കളോട് കൂടെ ഇരിക്കണം കർത്താവേ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ രോഗികളായിട്ട് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ജനത്തിന് മേൽ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം.
അനുഗ്രഹിക്കുന്നു. സ്വർഗ്ഗം അത്ഭുതം ചെയ്യും. ഞങ്ങളതിന് സാക്ഷികളാകും. യേശു കർത്താവിന് വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ മെസ്സേജ് മൂലം യേശു കർത്താവ് ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.